പറയുന്ന കോൺഗ്രസ് ആണ്. ഏത് ചിഹ്നത്തിൽ ജയിച്ചു എന്നതിൽ അപ്പുറം ഒരു കേസിലെ ആളാണ് അസംബ്ലിയിൽ. ഞാൻ അതൊക്കെ ഇവിടെ പറയുന്നത്. പൊങ്കാലയുടെ നല്ലൊരു പത്രസമ്മേളനമായതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ ഒന്ന് പറയുന്ന കോൺഗ്രസ് ആണ്. ഏത് ചിഹ്നത്തിൽ ജയിച്ചു എന്നതിൽ അപ്പുറം ഒരു കേസിലെ ആളാണ് അസംബ്ലിയിൽ. ഞാൻ അതൊക്കെ ഇവിടെ പറയുന്നത്. പൊങ്കാലയുടെ നല്ലൊരു പത്രസമ്മേളനമായതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ശ്രദ്ധിച്ചാണല്ലോ. കാര്യം ഇന്ന് ബഡ്ജറ്റ് ചർച്ചയാണ് നടന്നത് ഇവിടെ. ഇന്ന് താങ്കൾ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കേസിൻ്റെ ചർച്ചയും വിചാരണയല്ല. ഇന്നലെ പൂർണ്ണമായിട്ടും സൂര്യന് താഴെയുള്ള എല്ലാ വിഷയവും പലരും പ്രസംഗിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വം മുതൽ പാപ്പനംകോട് വരെയുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രസംഗിച്ചു. അത് ഇന്നലെ പൊതു ചർച്ചയായിരുന്നു. ഇന്ന് ഹെഡ് തിരിച്ച് ഇനി ഈ അനുവദിച്ചതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ, അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കാതെയാണ് ആ വിഷയം ഉന്നയിച്ചത് എന്നുള്ളതാണ്. അത് ബഡ്ജറ്റ് വിഷയം അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ബഹിഷ്കരിച്ച് പോയത് അവർക്ക് വേറെ പരിപാടികളുണ്ടായി. ഞാൻ അറിഞ്ഞു ഇന്ന് 10:30 അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊരു പാർട്ടി പരിപാടിയിൽ 10 ഇല്ലേ, അല്ല നിങ്ങൾ അന്വേഷിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഇല്ലേ ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയതാണ് അവർ. അത്രയേ ഉള്ളൂ. പാർട്ടി പരിപാടിക്ക് പോകാൻ പറ്റും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ബഡ്ജറ്റ് ചർച്ച ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പ്രതിഷേധം നടത്തി. ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുക. അത്രയേ ഉള്ളൂ. ബഡ്ജറ്റ് വൻ ഭൂരിപക്ഷത്തിൽ പാസ്സായി. ഈ ഭരണസമിതി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആശങ്കയൊന്നും ഉണ്ടായില്ല. പറയും. ആ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞാരാണ്? ഏത് പാർട്ടിയാണ്? അതൊക്കെ ഞാൻ പറയാമല്ലോ. ഇത് ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലമാണ്, കോർപ്പറേഷൻ കൗൺസിലാണ്. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. പോലീസും കോടതിയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതൊക്കെ ലീഗലി എന്തേ നല്ല ബഡ്ജറ്റാണ്, വളരെ നല്ല ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് ചർച്ചയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. നല്ല ബഡ്ജറ്റായിരുന്നു. എല്ലാവർക്കും, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ 50% വില കുറച്ച് മരുന്ന് കിട്ടും, സ്കാൻ ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അത്രയും നല്ല ബഡ്ജറ്റ്. വീട് പാവപ്പെട്ട 2000 പേർക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നോക്കൂ, 2000 പേർക്ക് ഞങ്ങൾ താമസിപ്പിക്കുന്നില്ല. അടുത്ത ദിവസം നിങ്ങൾ പറഞ്ഞുതരാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരുന്ന അറിയോ? നിങ്ങളുടെ തൊട്ട് ഈ ഹാളിൽ ഇവിടെ ഉണ്ട് മാധ്യമപ്രവർത്തകരെ നേരത്തെ നിങ്ങളുടെ വാല്യുബിൾ സമയമായതുകൊണ്ട് കൂടുതൽ ഇരുത്തണ്ട എന്ന് വെച്ചിട്ട് നേരത്തെ വിടാൻ വേണ്ടി ടൗൺ പ്ലാനിംഗ് ചെയർമാൻ ഇന്ന് ബഡ്ജറ്റ് ഉച്ചയ്ക്ക് പാസ്സായി. അദ്ദേഹം ഇപ്പോൾ ടൗൺ പ്ലാനിങ്ങിൻ്റെ ആൾക്കാരെ വിളിച്ച് അവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും പത്രപ്രവർത്തകരല്ല. ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുകയാണ്. വീട് കൊടുക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി 2 മണിക്ക് 1 മണിക്ക് ബഡ്ജറ്റ് പാസ്സായി, 3 മണിക്ക് ടൗൺ പ്ലാനിംഗ് ചെയർമാൻ മീറ്റിംഗ് വിളിച്ചിരിക്കുക. MCC വരുന്ന മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കാൻ വേണ്ടി. ഞങ്ങൾ 2000 പേർക്ക് വീട് കൊടുക്കാൻ പോവുകയാണ്. ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഒരു ലോഗോ, ആ ലോഗോ ഒന്ന് പ്രദർശിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് എത്ര ലക്ഷം പേരാ. ഞാനിന്ന് പറഞ്ഞല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് കണ്ടിട്ട് വയനാടിൽ നിന്ന് ഒരാൾ അയച്ച കത്ത് ഇന്നലെ എൻ്റെ വീട്ടിൽ കിട്ടി. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു. അതിൽ പെടുത്തി പാവം അവർക്കറിയില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് ഇവിടെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ, അവർക്കറിയില്ല. ഇതിൽ പെടുത്തി എനിക്കൊരു വീട് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒരു ലേഡി ഒരു കത്തയച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ കളക്ടർക്ക് കൊടുത്തു, പലർക്കും കൊടുത്തു, ലൈഫ് മിഷനിൽ കൊടുത്തു, എനിക്ക് വീട് കിട്ടിയില്ല. ഇപ്പോൾ കത്തയക്കുന്ന എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അത്രത്തോളം ജനങ്ങൾ ഒരു ജെന്യുവൻ ക്വസ്റ്റ്യൻ നമ്മളോട് ഇന്ന് ചോദിച്ചു നോക്ക്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇതിന് കൊടുക്കാൻ പണമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്, കോർപ്പറേറ്റിൻ്റെ വീതം കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ വീട് വേണമെന്ന് ആവശ്യക്കാരുമുണ്ട്. പക്ഷേ ഒരു തെറ്റായ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിട്ട് സംസ്ഥാന സർക്കാർ ഇങ്ങനെ പിടിവാശി പിടിക്കുന്നുണ്ട്. എത്ര പേരാ കടത്തിൻ്റെ കിടന്നുറങ്ങുന്നത്, എത്ര പേര് മരണപ്പെട്ടുപോയി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭരണകൂടം ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ പകച്ചു നിൽക്കുന്നത് നല്ലൊരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ വിൽപ്പവരോട് തീരുമാനിച്ച് മുമ്പോട്ട് പോവുകയാണ്. പലരും ചോദിക്കുന്നുണ്ട് 2000 വീട് എങ്ങനെ കൊടുക്കും കോർപ്പറേഷൻ. ഇത് കാണാം, ഞങ്ങളത് വളരെ മനോഹരമായിട്ട് വിനയത്തോടെ ചെയ്ത് കാണിച്ച് 2000 കുടുംബങ്ങളും ഹൗസ് വാമിങ് കഴിഞ്ഞ് പാലുകാച്ചി കഴിഞ്ഞ് താമസമാകുമ്പോഴേക്കും നമുക്ക് കാണാം.